വെൽക്കം. IELTS ജനറൽ ട്രെയിനിങ് എസ്സേക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് നമുക്ക് വേണ്ട സ്കില്ല് എന്ന് പറയുന്നത് ആ ചോദ്യം പാരഫ്രൈസ് ചെയ്യാനുള്ള കഴിവാണ്. അത് വളരെ എളുപ്പമാണ് ചെയ്യുന്നത്. കുറച്ച് സമയമെടുത്ത് കുറച്ച് എഫേർട്ട് ഇട്ട് നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാം. അതെങ്ങനെയാ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു 3-4 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് അതേപോലെ ചെയ്യണമെന്നില്ല, അതേപോലെ ചെയ്യാൻ പാടുമില്ല. വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് ഈസ് ഹൗ യു ഡെവലപ്പ് the question into the introduction. Are you ready? Let's start. Okay. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇൻ ഫ്യൂച്ചർ പീപ്പിൾ മേ നോ ലോങ്ങർ ബി ഏബിൾ ടു പേ ഫോർ തിങ്സ് ഇൻ ഷോപ്പ് യൂസിങ് ക്യാഷ്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടു സൈഡ് ആർഗ്യുമെൻ്റ് ആണല്ലോ തരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു സ്റ്റാർട്ട് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഓർ ഇറ്റ് ഈസ് ഡിബേറ്റഡ് ദാറ്റ്. എപ്പോഴും അങ്ങനെ എഴുതി തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻ ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ മാറ്റി ഇൻ ദ കമ്മിങ് ഇയേഴ്സ് എന്നാക്കി. കാരണം ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരുന്ന കാലങ്ങളിൽ. അപ്പോൾ നമ്മളത് കമ്മിങ് ഇയേഴ്സ് എന്നുള്ളതാക്കി. പിന്നെ വിൽ നോട്ട് ഏബിൾ ടു പേ എന്നുള്ളത് ക്യാഷ് ട്രാൻസാക്ഷൻസ് മേ ബി മെയ്ഡ് വിത്ത് ഫോൺസ് ഓർ കാർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് എന്നാക്കി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ തന്നെ റീഫ്രേസ് ചെയ്യാണ് ചെയ്തത്. അത് നമ്മൾ എഴുതി ദിസ് കുഡ് ലീഡ് ടു റിസൻമെന്റ്സ് ഫ്രം എ സർട്ടൺ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഡ്യൂ ടു എ ഫ്യൂ റീസൺസ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് എവിടെയാണ് നമ്മൾ ചെയ്തത്? വൈ ഡു യു തിങ്ക് സം പീപ്പിൾ മൈറ്റ് നോട്ട് ബി ഹാപ്പി ടു ഗിവ് അപ്പ് യൂസിങ് ക്യാഷ് എന്നുള്ളത് നമ്മൾ ദിസ് കുഡ് ലീഡ് ടു റിസൻമെന്റ്സ് ഫ്രം എ സർട്ടൺ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ എന്നാക്കി. കാരണം സം പീപ്പിൾ എന്നുള്ളത് എ സർട്ടൺ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ നമ്മൾ മാറ്റി എഴുതി. ഡ്യൂ ടു ഫ്യൂ റീസൺ ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ നമ്മൾ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് പറയണം. വാട്ട് ഡു യു ബിലീവ് ഇൻ? കോമ ഇട്ടിട്ട് നമ്മൾ എഴുതി ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് മേ ബിക്കം എ ന്യൂ നോം വിത്ത് ദ റൈസ് ഓഫ് ഡിജിറ്റൽ ഏജ്. അപ്പോൾ നമുക്കറിയാം ഫ്യൂച്ചറിൽ ക്യാഷ്ലെസ് ആകുന്നുള്ളത്. അതെ, നമ്മൾ കാർഡ് വെച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഫോൺ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതും പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ്. ഡിബേറ്റബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിബേറ്റഡ് ദാറ്റ് എഴുതണം. അതിനുശേഷം ഇൻ മൈ ഒപ്പീനിയൻ എഴുതി നമ്മൾ ഇതാക്കണം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ എഴുതി തുടങ്ങുന്ന കുഴപ്പമില്ല. ദ ഷിഫ്റ്റ് ടുവേർഡ്സ് ഡിജിറ്റൽ പേയ്മെന്റ് റീപ്ലേസിംഗ് ക്യാഷ് ഇൻ ഷോപ്സ് വിത്ത് കാർഡ്സ് ഓർ ഫോൺ ട്രാൻസാക്ഷൻ സീംസ് ഇനെവിറ്റബിൾ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ദ ബെസ്റ്റ് തിങ്. പക്ഷേ തിയറി അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ ഒരു 3-4 എസ്സേ എഴുതി നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ടു മീ ഓൺലി ദെൻ ഐ വിൽ ഏബിൾ ടു കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ്, ഇറ്റ് ഈസ് ഡിബേറ്റഡ് ദാറ്റ്, and you have to rephrase. Now we move on to what to write inside the essay. Are you ready? Let's do this.